ജമ്മുവിലെ റേസിയിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ലഷ്കർ-ഇ-തോയ്ബ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വിനോദയാത്രാ സംഘത്തിലെ ബസ് മറിഞ്ഞും തീവ്രവാദികളുടെ വെടിയേറ്റും 10 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് ഗുരുതരമായ അപകടം പറ്റുകയും ചെയ്തത് രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. ശിവഖോരി ക്ഷേത്രത്തിലേക്ക് പോയ ബസിനു നേരെ തീവ്രവാദികൾ വെടിവെക്കുകയായിരുന്നു. സംഭവത്തിൽ കമാൻഡോകളും ഡ്രോണും കരസേനയിലെ വേട്ടപ്പട്ടികളും ചേർന്ന് വെടിവെച്ച ഭീകരരെ കാട് മുഴുവനും തിരയുകയാണ്. NDA മുന്നണിയുടെ ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവ് അപകടമാണെന്ന് ബോധ്യമുള്ള പാകിസ്ഥാൻ ഭീകരർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മേനി കുറയ്ക്കുവാൻ ചെയ്ത സംഭവം പക്ഷേ ഒരു ബുദ്ധിജീവിയുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. വളരെ നാളുകളായി ഇന്ത്യൻ ജനതയുടെ രക്തത്തിനോട് അവജ്ഞയും പുച്ഛവും തോന്നുകയും ചില പ്രത്യേക രാജ്യങ്ങളിൽ മാത്രം രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി അഹോരാത്രം ആകാശത്തിലേക്ക് നോക്കി തൊണ്ട പൊട്ടുമാറ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുടെ ഈ മൗനം ഗൂഢമാണ്. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ മലയാളത്തിലെ പുതുതലമുറ സൂപ്പർ സ്റ്റാറുകൾക്ക് ഭാരതത്തിൽ ഭീകരർ നടത്തിയ നരനായാട്ടിനെ കുറിച്ച് ഒന്ന് പ്രതിപാദിക്കാൻ പോലും സമയമില്ല. പാലസ്തീൻകാർക്കും ഗാസക്കാർക്കും റാഫയിലുള്ളവർക്കും രക്തം ചുവപ്പാണെങ്കിൽ ഇവിടത്തെ ജമ്മുവിൽ വെടിയേറ്റ് വീണവരുടെ രക്തവും ചുവപ്പ് തന്നെയാണ്. അന്യനാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരായും ഭീകരതയ്ക്കെതിരായും ഒന്ന് സംസാരിക്കുവാൻ പോലും കൂട്ടാക്കാത്തത്? ബുദ്ധിജീവികൾ ചമയുന്നവരുടെ ഇത്തരം കപടനീതികൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ വിഷലിപ്തമായ ആദർശങ്ങൾ വലിച്ചു കീറുകയും വേണം. ഇരട്ട നീതി പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ബുദ്ധിജീവികൾ രാജ്യത്തിന് അതീവമായ അപകടമാണ്.